ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പൊ ഞാൻ ഇന്നോട് പറയുന്നത് 2026 സെഷനിലേക്ക് ഇഗ്നോയിൽ അഡ്മിഷൻ എടുക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അവരുടെ അഡ്മിഷൻ രജിസ്ട്രേഷൻ, സ്റ്റുഡൻസ് പോർട്ടൽ ക്രിയേറ്റ് ചെയ്യുന്നത്, എക്സാം രജിസ്ട്രേഷൻ, ID കാർഡ് ഡൗൺലോഡ്, അസൈൻമെന്റ് എന്നിവയെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇപ്പൊ പറയുന്നത്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണേണ്ടതുണ്ട്. നിങ്ങൾ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് രജിസ്ട്രേഷൻ ഫീസ് അടച്ചെന്ന് വെച്ചിട്ട് നിങ്ങൾ അഡ്മിഷൻ കൺഫേം ആവണമെന്നില്ല. അതിന് ഇഗ്നു കുറച്ച് എലിജിബിലിറ്റി ക്രൈറ്റീരിയസ് പറയുന്നുണ്ട്. സോ ഈ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ അഡ്മിഷൻ കൺഫേം ആവുകയുള്ളൂ. അപ്പൊ നമ്മൾ ആപ്ലിക്കേഷൻ എല്ലാം ഫില്ല് ചെയ്തു, പേയ്മെന്റ് എല്ലാം നമ്മൾ അടച്ചു. പക്ഷെ നമുക്ക് കൺഫർമേഷൻ വരാൻ ചിലർക്ക് ലേറ്റ് ആവും, ചിലർക്ക് പെട്ടെന്ന് തന്നെ കൺഫർമേഷൻ വരും. അപ്പൊ ഈ കൺഫർമേഷൻ വരാൻ ലേറ്റ് ആവുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് ഇഗ്നു പറഞ്ഞിട്ടുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് ശരിയായിട്ടില്ലാത്തവരോ അല്ലെങ്കിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ഡോക്യുമെന്റ്സോ ഡീറ്റെയിൽസോ തെറ്റായിട്ടുള്ളവർക്കോ ആണ്. അങ്ങനെ മെയിൽ വരാൻ താമസിക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്റ്റുഡൻസ് പോർട്ടലിൽ കയറി ഡിസ്ക്രിപ്പൻസിയിൽ നോക്കുമ്പോൾ അതിൽ നോട്ടിഫിക്കേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ നോട്ടിഫിക്കേഷൻ നിങ്ങൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കൺഫർമേഷൻ മെയിൽ വരുന്നതായിരിക്കും. പിന്നെ ഒരു കേസ് എന്ന് പറയുന്നത് അഡ്മിഷൻ കൺഫേം ആയിട്ടില്ല, എന്നാൽ ഡിസ്ക്രിപ്പൻസിയോ എററോ ഒന്നും കാണിക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. അത് വരുന്നത് നിങ്ങളുടെ അഡ്മിഷൻ ചെക്ക് ചെയ്യാനായിട്ട് ലേറ്റ് ആവുന്നത് കൊണ്ടാണ്. ഇനി നിങ്ങൾക്ക് അഡ്മിഷൻ കൺഫേം ആയെന്ന് വിചാരിക്കാം. അപ്പൊ ഈ കൺഫർമേഷൻ മെസ്സേജ് വരുന്നത് നിങ്ങൾ കൊടുത്തിട്ടുള്ള ഫോൺ നമ്പറിലോ അല്ലെങ്കിൽ മെയിൽ ആയിട്ടോ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് കറക്റ്റ് ആയിട്ടുള്ള മെയിൽ ID യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അഥവാ നിങ്ങൾ മെയിൽ ID തെറ്റായിട്ടാണ് കൊടുത്തിട്ടുള്ളെങ്കിൽ നിങ്ങൾക്ക് കൺഫർമേഷൻ മെസ്സേജ് വരത്തില്ല. അഥവാ നിങ്ങൾക്ക് കൺഫർമേഷൻ മെസ്സേജ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയ പാസ്വേഡും യൂസർ ഐഡിയും യൂസ് ചെയ്ത് നിങ്ങളുടെ സൈറ്റിൽ ഇടയ്ക്കിടയ്ക്ക് ലോഗിൻ ചെയ്ത് നോക്കുക.